മൺസൂൺ ബമ്പർ ഇത്തവണ കണ്ണൂരിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ശ്രീകാവേരി ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായത്. ലോട്ടറി തൊഴിലാളി ബംഗാൾ സ്വദേശി പൊപ്പി ഖാൻ തോട്ടടയിൽ വിറ്റ ടിക്കറ്റും ഭാഗ്യവാനും ഇപ്പോഴും കാണാമറയത്താണെങ്കിലും ഭാഗ്യം കൈമാറിയ പൊപ്പി ഖാന്റെ മുഖത്ത് 10 കോടിയുടെ തിളക്കമാണ്. കണ്ണൂരിൽ നല്ല മഴയാണെങ്കിൽ പോലും ഈ മഴയത്ത് വലിയ രീതിയിൽ സന്തോഷിക്കാനുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഈ മൺസൂൺ ബമ്പർ 10 കോടി രൂപ ഇത്തവണ കണ്ണൂരിനാണ് ലഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകാവേരി ലോട്ടറി സ്റ്റാൻഡിന് മുമ്പിലാണ്. ഇവിടെ ഇതിന്റെ ഉടമയും അതുപോലെ തന്നെ ടിക്കറ്റ് വിറ്റ ഏജന്റും നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് സന്തോഷമുണ്ടോ? വളരെ സന്തോഷം. ഈ 10 കോടി അടിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ? 10 കോടി ആദ്യമായിട്ടാണ്. പിന്നെ 1 കോടി താഴെയെല്ലാം കുറെ സമ്മാനം അടിച്ചിട്ടുണ്ട്. അതായത് ഈ ടിക്കറ്റ് വിറ്റ ആളുകൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഒരാൾ കൂടിയാണ്. എന്താണ് പേരെന്താണ്? എന്റെ പേര് പോപ്പി ഖാൻ. പോപ്പി. എന്നാണ് ഈ ടിക്കറ്റ് വിറ്റെന്ന് കൃത്യമായിട്ട് ഓർമ്മ വല്ലതുണ്ടോ? ടിക്കറ്റ് വിറ്റ് ഇത് 12 ദിവസം മുമ്പ് എടുത്തിട്ട് പോയതാ. ഇപ്പൊ ആരെ എടുത്തിട്ട് പോയ അറിയില്ല. ഇത് നമ്മളെ സാധാരണ ചെറിയ പേടിയായിട്ടുണ്ട് 1-2 ബുക്കെല്ലാം കൊണ്ടുവെക്കും. ഇത് 12 ദിവസം മുമ്പാണ് ഈ ബുക്ക് എടുത്തിട്ട് പോയതാ. മലയാളിയാണോ അതോ മറ്റല്ല? ഞാൻ കൽക്കത്തക്കാരാണ്. ഈ ടിക്കറ്റ് എടുത്ത ആളും മലയാളിയാണോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. അത് ഈ ഹിന്ദിക്കാരോ അടിക്കുന്നുണ്ട്, നമ്മളെ കസ്റ്റമർ ഉണ്ട്, പിന്നെ മലയാളിയോ ഉണ്ട്. അതൊന്നും പറയാൻ കഴിയില്ല ആരെ എടുത്തിട്ട് പോയത്. ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു സമ്മാനം. ആദ്യമായിട്ട് ഇത്ര വലിയ സമ്മാനം. വീട്ടിലേക്ക് വിളിച്ചറിയിച്ചിരുന്നു ഈ സന്തോഷമൊക്കെ? വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു? ചെറുതാ അറിയിച്ചു. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല ശരിക്ക്. ചെറിയ അറിയൂ. എങ്ങനെയാണ് ഈ ലോട്ടറി കച്ചവടത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ ആദ്യം ഹോട്ടൽ പണിക്കാരായിരുന്നു. അപ്പോൾ ഹോട്ടൽ പണി എടുക്കുമ്പോഴൊക്കെ ഇത് നോക്കുമ്പോൾ നാട്ടിൽ പോയിട്ട് നമ്മൾ ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഇപ്പോൾ 2 മാസം 3 മാസം ഗ്യാപ്പാവും. അപ്പോൾ കൊല്ലത്തേക്ക് ഒരു ദിവസം പോകുമല്ലോ. അപ്പോൾ പോയിട്ട് 1 മാസം 2 മാസമായി പോകും. അത് വരുമ്പോഴൊക്കെ വരാല് പണിക്ക് കയറും. അപ്പോൾ നമ്മൾ പണി ഉണ്ടാവില്ല. ആ സമയത്താണ് ഈ ചെറിയ ലോട്ടറി കച്ചവടം തുടങ്ങും. അപ്പോൾ ഹോട്ടലിൽ പിന്നെ വേക്കൻസി ആകുമ്പോൾ ഞാൻ ഇത് നേരത്തിട്ടാണ് ഒരു ആൾ വെച്ചിട്ടാണ് ഞാൻ ഹോട്ടലിലേക്ക് കയറും. ഇങ്ങനെയാണ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഹോട്ടൽ ലോട്ടറി കച്ചവടത്തിലേക്ക് മാറിയതാണ്. ഇപ്പോൾ അതിനാണ് ഇപ്പോൾ 3 കൊല്ലമായി തുടങ്ങിയിട്ട് ലോട്ടറി കച്ചവടം. എന്തായാലും വലിയ സന്തോഷം അല്ലേ? വലിയ സന്തോഷം. ഏകദേശം എത്ര ടിക്കറ്റ് ഇവിടെ ഏകദേശം വിറ്റ് പോകുന്നുണ്ട്? ഞാൻ ബമ്പർ ഏകദേശം 1 ലക്ഷത്തോളം. കൂടുതൽ ഈ മൺസൂൺ ബമ്പർ പൊതുവെ കുറവാണ്. പക്ഷെങ്കിൽ 96,000 ടിക്കറ്റോളം വിൽപ്പന ചെയ്തു. അത് എന്റെ ഇവരെ പോലത്തെ ആളെല്ലാം കൂടി വിൽപ്പന ചെയ്തു. എന്റെ വിൽപ്പനക്കാരനാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് 96,000 ടിക്കറ്റ് മൺസൂൺ ബമ്പർ വിറ്റു. ആളിപ്പോഴും അജ്ഞാതനായിട്ട് നിൽക്കുകയാണ്. ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ടോ? അതങ്ങനെ അത് ഒരു ഇന്നേക്ക് അറിയാം. ഇപ്പൊ റിസൾട്ട് വന്നിനല്ലുള്ളൂ. പിന്നെ ചില ആൾ ഇത് പോക്കറ്റിൽ വെച്ച് ഓർമ്മയുണ്ടാവില്ല, പണിക്ക് പോയിട്ടുണ്ടാവും. 2 ദിവസം കഴിഞ്ഞ പാടെല്ലാം അറിയൂ. ഇതെല്ലാം പോക്കറ്റിൽ വെക്കുന്ന ഇപ്പോൾ റിസൾട്ട് വരുന്നത്ര എല്ലാവരും നോക്കും. എന്തായാലും വലിയ രീതിയിലുള്ള സന്തോഷമാണ്. കാരണം മൺസൂണിൽ ലഭിച്ചൊരു ഭാഗ്യം അത് കണ്ണൂരിൽ നിന്ന് തന്നെ ലഭിച്ചതിൽ അതിയായ സന്തോഷമാണ് ഇവർ പങ്കുവച്ചത്. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.